ഡോക്ടറുടെ അനുവാദത്തോടെ അമൽ അഗ്നിയുടെ കയ്യിൽ ആ ചരട് കെട്ടിക്കൊടുക്കാൻ നേരം അമലിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എൻ്റെ അഗ്നി സാറേ, നിങ്ങൾ എത്ര ഭാഗ്യവാനാണ്. ശ്രീ, അവളെ പോലൊരു ഭാര്യയെ നിങ്ങൾക്ക് കിട്ടിയില്ലേ? അവൾ നിങ്ങളുടെ ഭാഗ്യം തന്നെയാണ്. നിങ്ങൾ അവളുടെയും. അവളെപ്പോലെ അവളെ കാണുള്ളൂ, നിങ്ങളെപ്പോലെ നിങ്ങളും. നിങ്ങളില്ലാതെ അവളും ഈ ഭൂമിയിൽ ഉണ്ടാവില്ലെന്നാണ് പറയുന്നത്. പാവം, കരഞ്ഞു കരഞ്ഞു കണ്ണുനീർ പോലും വറ്റിയിരിക്കുകയാണ്. അവൾക്ക് വേണ്ടിയെങ്കിലും നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നൂടെ? അവളിപ്പോൾ ഒരുപാട് ദൂരെയാണ് ഉള്ളത്. ഞാൻ ഒരുപാട് വിളിച്ചതാ, വരുന്നില്ലെന്ന്. നിങ്ങളുടെ ഈ കിടപ്പ് കാണാൻ വയ്യെന്ന്. എങ്ങനെയാ സാറേ നിങ്ങൾക്കിങ്ങനെ സ്നേഹിക്കാൻ പറ്റുന്നത്? ഇങ്ങനെ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഒരു ഭാഗ്യം വേണം. ആ ഭാഗ്യം സാറിനുണ്ട്. ഈ ജന്മം അവൾ എനിക്ക് കൂടെ പിറക്കാത്ത കൂടെപ്പിറപ്പാണെങ്കിൽ അടുത്ത ജന്മം എനിക്ക് അവളുടെ സ്വന്തം കൂടെപ്പിറപ്പായി ജനിക്കണമെന്നാണ് ആഗ്രഹം. അന്നും അഗ്നിസാറായിരിക്കട്ടോ എൻ്റെ അളിയൻ. നിങ്ങൾ തിരിച്ചു വരും. നമ്മുടെ ശ്രീയുടെ കണ്ണുനീർ ദൈവത്തിന് ഒരുപാട് നേരമൊന്നും കണ്ടു നിൽക്കാൻ പറ്റില്ല സാറേ. സാറ് തിരിച്ചു വരും, വരണം, വന്നേ പറ്റൂ എന്നും പറഞ്ഞ് അവൻ കണ്ണുകൾ അമർത്തി തുടച്ച് അവിടുന്ന് പോയി. മണിക്കൂറുകൾ ഓരോന്നായി കടന്നുപോയി. അഗ്നിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥനയോടെ ആശുപത്രി പരിസരത്ത് കാത്തിരുന്നപ്പോൾ തൻ്റെ പ്രിയപ്പെട്ടവന് വേണ്ടി സാക്ഷി ഊണും ഉറക്കവുമില്ലാതെ പൂജയും വഴിപാടുമായി ഓരോ നിമിഷവും തള്ളി നീക്കി. അഗ്നിയുടെ പേരിൽ മൃത്യുഞ്ജയ ഹോമം കഴിച്ചതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങൾ ചെയ്തത്. ചുട്ടുപൊള്ളുന്ന തീക്കനലിൽ നടക്കുമ്പോഴും അവളുടെ ഉള്ളിൽ അഗ്നി മാത്രമായിരുന്നു. മനസ്സിനേറ്റ വേദനയിൽ ശരീരത്തിനേൽക്കുന്ന വേദന അവൾ അറിഞ്ഞതേയില്ല. ശേഷം വെന്തുരുകിയ കാലമായി എണ്ണമറ്റാത്ത ക്ഷേത്രപ്പടികൾ ഓരോന്നായി ചവിട്ടിക്കയറുമ്പോൾ അവളുടെ ഉള്ളിൽ ശ്രീ എന്ന വെള്ളി മാത്രമായിരുന്നു. ഓരോ പടിയും കയറി മുകളിലെത്തി ദൈവത്തിന് മുന്നിൽ കരഞ്ഞ് പ്രാർത്ഥിച്ച ശേഷം ശയന പ്രദക്ഷിണവും പിൻവിളക്ക് വഴിപാടും ധാരയും പഞ്ചാക്ഷര മന്ത്രവുമായി അവൾ ക്ഷേത്രത്തിൽ തന്നെ കഴിച്ചുകൂട്ടി. സമയം പോയിക്കൊണ്ടേയിരുന്നു. സ്വന്തം പാർട്ടിയിൽ നിന്നും പ്രതിപക്ഷത്തു നിന്നും മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യം ശക്തമായപ്പോൾ ചന്ദ്രശേഖർ ആകെ തളർന്നു പോയിരുന്നു. അയാൾ ആ വലിയ വീട്ടിൽ ഒറ്റപ്പെട്ടു പോയിരുന്നു. ഇതേ സമയം അഗ്നിയുടെ മരണം കാത്തു കഴിയുകയായിരുന്നു കാർത്തിക്, കൂടെ രവിയും. മണിക്കൂറുകൾ വീണ്ടും കടന്നുപോയി. അഗ്നിക്ക് ഡോക്ടേഴ്സ് അനുവദിച്ച സമയം കഴിഞ്ഞു. ഇനിയും കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ലെന്നും അത് ആ ജീവനോട് ചെയ്യുന്ന ക്രൂരതയാണെന്നും അഗ്നിയെ വേദനയില്ലാത്ത ലോകത്തേക്ക് പോവാൻ അനുവദിക്കുന്നതാണ് നല്ലത് എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞപ്പോൾ അവർക്കൊക്കെയും എന്ത് ചെയ്യണമെന്നറിയാതെയായി. വെന്റിലേറ്ററിൽ നിന്നും മാറ്റാൻ നേരം അഗ്നി അവസാനമായി കാണാൻ ഡോക്ടേഴ്സിനൊപ്പം അജിത്തും അമലും കൂടി പോയിരുന്നു. ഡോക്ടേഴ്സിൻ്റെ കൂടെ അമലും അജിത്തും അഗ്നിയെ കാണാനെത്തി. അവനെ കണ്ടതും ഇരുവരുടെയും കണ്ണുകൾ ഈറനണിഞ്ഞു. ഏതു നിമിഷവും തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഈ ലോകത്തോട് വിട പറയും എന്നത് അജിത്തിനെ ദുഃഖത്തിലാഴ്ത്തി. എന്നും നിഴൽ പോലെ കൂടെ നടന്നവൻ, തൻ്റെ സന്തോഷത്തിലും സങ്കടങ്ങളിലും പങ്കുചേർന്നവൻ, കൂട്ടുകാരനും കൂടപ്പിറപ്പും വഴികാട്ടിയും എല്ലാമായിരുന്നവൻ. ഇരുവർക്കുമിടയിൽ രഹസ്യങ്ങളൊന്നുമില്ലായിരുന്നു. അവനാണ് മരണത്തോട് മല്ലിട്ട് കിടക്കുന്നത്. അജിത്ത് അഗ്നിയുടെ അരികിൽ ചെന്ന് അവൻ്റെ കൈകൾ കൂട്ടിപ്പിടിച്ചു, മുഖത്തോടടുപ്പിച്ചു. ഇനി ഒരിക്കലും തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ തനിക്ക് കാണാൻ കഴിയില്ലല്ലോ എന്നോർത്തതും അജിത്തിൻ്റെ കണ്ണുകൾ ഈറനണിഞ്ഞു. വൈകാതെ അതൊരു പൊട്ടിക്കരച്ചിലേക്ക് വഴിമാറി. അവൻ്റെ ശ്വാസം നിലയ്ക്കുന്നത് ഒരിക്കലും കണ്ടു നിൽക്കാനാവില്ല എന്നും പറഞ്ഞു അജിത്ത് അഗ്നിയുടെ കൈ ബെഡിലേക്ക് പതിയെ വെച്ച് ഇറങ്ങാൻ നേരാണ് തൻ്റെ കൈ ആരോ മുറുക്കി പിടിച്ചിരിക്കുന്നു എന്നത് അജിത്ത് മനസ്സിലാക്കുന്നത്. ഒരു ഞെട്ടലോടെ അജിത്ത് തിരിഞ്ഞു നോക്കിയപ്പോൾ അഗ്നി അവൻ്റെ കൈ മുറുക്കി പിടിച്ചതാണ് കാണുന്നത്. അമലും ഇത് കണ്ട് ഞെട്ടൽ വിട്ടുമാറാതെ നിൽക്കുകയാണ്. അപ്പോഴാണ് അഗ്നിയുടെ മറ്റേ കൈ കൂടി അനങ്ങുന്നത് അമൽ കാണുന്നത്. അജിത് സാറേ, ഇതേ നോക്കിക്കേ, അഗ്നി സാറിൻ്റെ മറ്റേ കൈ കൂടി അനങ്ങുന്നു. അത് കണ്ട് അജിത്തിൻ്റെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു. ഈ സമയം ഡോക്ടേഴ്സൊക്കെയും അവിടുത്തെ മെഷീൻസൊക്കെയും ഓഫ് ചെയ്യാൻ ഒരുങ്ങുമായിരുന്നു. ഡോക്ടേഴ്സും ഒരുപോലെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. ദേ കണ്ടോ ഡോക്ടർ, ഇങ്ങനെയുള്ള മനുഷ്യനെയാണോ നിങ്ങൾ ജീവിക്കില്ലെന്ന് പറയുന്നത്? ഞങ്ങൾ കണ്ടില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഈ പാവത്തിനെ കൊന്നേനെയല്ലോ. ദൈവം ദൈവം എന്ന് പറയുന്നവൻ എല്ലാം മുകളിൽ നിന്ന് കാണുന്നുണ്ട് ഡോക്ടർ. അമലിൻ്റെ സ്വരത്തിൽ നീരസം കലർന്നിരുന്നു. അഗ്നിയെ പരിശോധിച്ച ഡോക്ടേഴ്സ് അവനിൽ പെട്ടെന്ന് പ്രകടമായ മാറ്റം കണ്ട് അത്ഭുതപ്പെട്ടു. അജിത് സർ, ഇതൊരു മിറാക്കിൾ ആണെന്ന് പറയണം. ആരുടെയോ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം കൊടുത്തിരിക്കുന്നു. വെറും 1% പോലും ഉറപ്പില്ലാതെയാണ് ഞങ്ങൾ അഗ്നി ഇങ്ങോട്ട് മാറ്റിയത്. അതും നിങ്ങൾക്ക് വേണ്ടി മാത്രം. അത്രയ്ക്കും ക്രിട്ടിക്കലായിരുന്നു ഇയാളുടെ അവസ്ഥ. അങ്ങനെയുള്ള ആൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇയാളുടെ പൾസൊക്കെയും നോർമലായി വരുന്നുണ്ട്. ഇറ്റ്സ് അൺബിലീവബിൾ. മരുന്നിനോട് ശരീരം പ്രതികരിച്ച് തുടങ്ങിയിരിക്കുന്നു. ഇനി പേടിക്കാനൊന്നുമില്ല. എല്ലാവരെയും ഈ സന്തോഷ വാർത്ത അറിയിച്ചോളൂ. ഡോക്ടേഴ്സ് പറയുന്നത് കേട്ടതും അമൽ അജിത്തും സന്തോഷം കൊണ്ട് പരസ്പരം വാരി പുണർന്നു.
സന്തോഷം കൊണ്ട് ഇരുവരുടെയും കണ്ണ് നിറഞ്ഞു. പിന്നീടെല്ലാം പെട്ടെന്നായിരുന്നു. അഗ്നിയുടെ നില മെച്ചപ്പെട്ട് വന്നതോടെ അഗ്നിയെ ICUയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. വൈകാതെ അവൻ കണ്ണു തുറന്നു. എല്ലാവരോടും സംസാരിച്ചു. സാക്ഷിയെ തിരക്കിയപ്പോൾ എല്ലാവർക്കും എന്ത് പറയണം എന്നറിയാതെയായി. അമൽ നടന്നതൊക്കെയും അഗ്നിയെ പറഞ്ഞ് മനസ്സിലാക്കി. അവളെ കൊണ്ടുവരാനായി മൂപ്പന്റെ നാട്ടിലേക്ക് തിരിച്ചു. അമലിന് കൂട്ടായി കാവ്യയും കൂടെ പോയി. ഇതേ സമയം സാക്ഷി കുന്നിനു മുകളിലെ ആ ശിവക്ഷേത്രത്തിൽ തന്നെയായിരുന്നു. ശരീരവും മനസ്സും ഒരുപോലെ തളർന്ന അവൾ അവശയായിരുന്നു. തുടർച്ചയായി 2 ദിവസം കൊണ്ട് നടക്കുന്ന പ്രാർത്ഥനയും വഴിപാടും ആയിരുന്നു അത്. അതും ഒന്നും കഴിക്കാതെ, വെള്ളം പോലും ഇല്ലാതെ. അമൽ മൂപ്പനോടും അവിടുത്തുകാരോടും കാര്യങ്ങളൊക്കെയും പറഞ്ഞു. ശേഷം താൻ സാക്ഷിയെ കൊണ്ടുപോവുകയാണെന്നും പറഞ്ഞപ്പോൾ മൂപ്പൻ ദൈവത്തിന് നന്ദി അർപ്പിച്ചു. സന്തോഷത്തോടെ സമ്മതം അറിയിച്ചു. കാവ്യക്ഷേത്രത്തിന് താഴെ നിർത്തിയാണ് അമൽ പടികൾ ഓരോന്നും കയറിയത്. മുകളിലേക്ക് എത്തിയ അമൽ കാണുന്നത് തളർന്നു കിടക്കുന്ന സാക്ഷിയാണ്. അവളുടെ അവസ്ഥ അമലിനെ വിഷമത്തിലാക്കി. അമലിനെ കണ്ടതും സാക്ഷി ഒരു മങ്ങിയ ചിരി സമ്മാനിച്ചു. ഞാൻ പറഞ്ഞതല്ലടാ എന്നെ തേടി വരല്ലേന്ന്. പിന്നെ നീ എന്തിനാ? ഞാൻ വരുമായിരുന്നില്ല. അങ്ങനെ വരാൻ നീ എൻ്റെ ആരാ? പക്ഷെ നിന്റെ കെട്ടിയോനെ ഞാൻ നിന്നെ എവിടെയോ കൊണ്ട് കളഞ്ഞു എന്ന് പറഞ്ഞ് എന്നെ കൊല്ലാക്കൊല ചെയ്യുക. അതുകൊണ്ട് മാത്രം വന്നതാ, അമൽ കൃത്രിമ ഗൗരവത്തിൽ പറഞ്ഞു. എന്താ നീ പറഞ്ഞതെന്ന് അമൽ പറഞ്ഞത് വിശ്വസിക്കാനാവാതെ സാക്ഷി അമലിന്റെ കോളറിൽ പിടിച്ച് കുലുക്കിക്കൊണ്ട് ചോദിച്ചു. നിന്റെ ഡെവിൽ കണ്ണു തുറന്നു എല്ലാവരോടും സംസാരിച്ചു. നിന്നെ കാണാതെ ആകെ വിഷമത്തിൽ നിൽക്കുക. സത്യാണോ നീ പറയുന്നത്? സത്യം. ഞാൻ എന്തിനാ നിന്നോട് കള്ളം പറയുന്നത്? അത് കേട്ടതും സാക്ഷി ദൈവത്തിന് മുന്നിൽ മുട്ടുകുത്തിയിരുന്നു കൈകൾ കൂപ്പി കണ്ണുനീരിൽ കുതിർന്നൊരു നന്ദി അറിയിച്ചു. നിന്നെ കൊണ്ടുപോവാനാണ് ഞാൻ വന്നത്. താഴെ കാവ്യമുണ്ട്, നീ എഴുന്നേറ്റേ. അമൽ അവളെ താങ്ങി നിർത്തി. കാല് മുഴുവനും പൊള്ളലേറ്റതിൻ്റെ പാടുകളായിരുന്നു. അതിനാൽ അവൾക്ക് നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എങ്ങനെയൊക്കെ താങ്ങി പിടിച്ചു താഴെ എത്തി. സാക്ഷിയുടെ അവസ്ഥ കാവ്യയും വിഷമത്തിലാക്കി. 2 പേരും ചേർന്ന് അവളെ വണ്ടിയിലിരുത്തി. വണ്ടിയിലിരിക്കുമ്പോൾ സാക്ഷിക്ക് അഗ്നിയുടെ അരികിൽ എത്തിയാൽ മതി എന്നായിരുന്നു. ആ യാത്രയ്ക്ക് പതിവിലും അധികം ദൈർഘ്യമുള്ളതുപോലെ അവൾക്ക് തോന്നി. മണിക്കൂറുകൾ കടന്നുപോയി. അമലിൻ്റെ വണ്ടി ഹോസ്പിറ്റൽ പരിസരത്ത് എത്തിയപ്പോൾ ആരെയും കാത്തു നിൽക്കാതെ സാക്ഷി വണ്ടിയിൽ നിന്നും ഇറങ്ങിയോടി. കാലിലെ പരിക്ക് വകവെക്കാതെ സാക്ഷി അഗ്നി കിടക്കുന്ന മുറിയിലേക്ക് ഓടി. അഗ്നി ഒബ്സർവേഷനിലായതിനാൽ ഒരു പ്രത്യേക മുറിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഡോർ തള്ളി തുറക്കുന്ന ശബ്ദം കേട്ടിട്ടാണ് അഗ്നി കണ്ണു തുറന്ന് നോക്കുന്നത്. ഡോറിനരികിൽ നിന്ന് നിറഞ്ഞ കണ്ണുകളോടെ തന്നെ നോക്കുന്ന സാക്ഷിയെ കണ്ടതും അഗ്നിക്ക് ചാടി എഴുന്നേറ്റ് അവളെ വാരി പുണരാൻ തോന്നി. എങ്കിലും അവൻ്റെ ആരോഗ്യസ്ഥിതി അവനെ അതിന് അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. എങ്കിലും അവൻ 2 കൈകൾ ഉയർത്തി തൻ്റെ നെഞ്ചോട് ചേരാൻ വിളിച്ചതും സാക്ഷി ഓടിച്ചെന്ന് അവനരികിലെത്തി. ഇരുവർക്കും വാക്കുകൾ പുറത്തു വരുന്നുണ്ടായിരുന്നില്ല. 2 പേരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി. സാക്ഷി അഗ്നിയുടെ കവിളിൽ പതിയെ തലോടിയതും അവൾ തളർന്ന് ബെഡിൽ അവൻ്റെ കാലുകൾ വെച്ച ഭാഗത്തേക്ക് വീണിരുന്നു. ശ്രീ എഴുന്നേൽക്ക് എന്നും പറഞ്ഞ് അവളെ വിളിച്ചു നോക്കിയെങ്കിലും അവൾ വിളിക്കേട്ടില്ല. അഗ്നി എന്തൊക്കെയോ പറയുന്നത് കേട്ടിട്ടാണ് അമലും കാവ്യയും അങ്ങോട്ട് എത്തുന്നത്. 2 പേരും കൂടി സാക്ഷിയെ താങ്ങി പിടിച്ചു അഗ്നിയുടെ ബെഡിനടുത്തുള്ള ബെഡ് കിടത്തി. ഡോക്ടേഴ്സ് വന്ന് അവൾക്ക് ആവശ്യമായ ചികിത്സ നൽകി. മണിക്കൂറുകൾക്ക് ശേഷം സാക്ഷി കണ്ണു തുറന്ന് നോക്കുമ്പോൾ തൊട്ടരികിൽ കിടന്ന് അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കുന്ന അഗ്നിയാണ് കാണുന്നത്. മറ്റൊന്നും ചിന്തിക്കാതെ അവൾ അഗ്നിയുടെ കഴുത്തിലൂടെ കൈയിട്ട് ഇറുകെ പുണർന്നപ്പോൾ അഗ്നിയും തൻ്റെ അവശത ഒരു നിമിഷം മറന്നു പോയിരുന്നു. തൻ്റെ മാറോട് ചേർന്ന് കൊച്ചു കുഞ്ഞിനെ പോലെ കരയുന്നവളെ കണ്ടതും അഗ്നിയുടെയും കണ്ണ് നിറഞ്ഞിരുന്നു. എന്തിനാ പെണ്ണെ ഇങ്ങനെ കരയുന്നത്? നിന്നെ തനിച്ചാക്കി എനിക്കങ്ങനെ പോവാൻ പറ്റുമോ? കരയല്ലടി ശ്രീ, ഇങ്ങോട്ട് നോക്ക്. ഇങ്ങനെ കരയല്ലേ ശ്രീ. അഗ്നി അവളെ ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. ഞാൻ ശരിക്കും പേടിച്ചു പോയിട്ടോ. ഞാനും കൂടെ വരാനിരുന്നതാ. അവൻ്റെ നെഞ്ചിൽ നിന്ന് മുഖമുയർത്തി അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. എനിക്ക് വേണ്ടി ഒരുപാട് സഹിച്ചല്ലേ? വേണ്ടിയിരുന്നില്ല. നിന്റെ കാലുകളും കൈകളും കണ്ടപ്പോൾ എൻ്റെ ചങ്കാണ് പിടഞ്ഞത്. അമൽ അവനെന്നോട് എല്ലാം പറഞ്ഞു. എന്തിനാണ് പെണ്ണെ എന്നെ ഇത്രയധികം സ്നേഹിക്കുന്നത്? അഗ്നി തൻ്റെ അതരങ്ങൾ അവളുടെ നെറ്റിയിൽ അമർത്തിക്കൊണ്ട് പറഞ്ഞു. പെട്ടെന്നാണ് സാക്ഷിക്ക് അവൻ്റെ മുറിവിനെക്കുറിച്ച് ബോധം വരുന്നത്. അവനിൽ നിന്നും അകന്നു മാറി അവനെ നേരെ കിടത്തി അവൻ്റെ മുറിവിന് മുകളിലൂടെ വിരലോടിച്ചുകൊണ്ട് പറഞ്ഞു. സോറി ഡെവിൾ, ഞാൻ അറിയാതെ നൊന്തോ? സോറി. ഇപ്പോഴും നല്ല വേദനയുണ്ടോ? അവൻ്റെ മുറിവ് കണ്ടതും അവളുടെ കണ്ണ് വീണ്ടും നിറഞ്ഞു വരാൻ തുടങ്ങി. ഇതേ പിന്നെയും കരയുന്നു. എൻ്റെ വേദനയേക്കാൾ എനിക്ക് വേദനിക്കുന്നതേ എൻ്റെ പെണ്ണിൻ്റെ മനോഹരമായ കാലുകളും കൈകളും വെന്തിരികിയത് കാണുമ്പോഴാണ്. അവളുടെ കൈവെള്ളയിൽ ചുംബിച്ചുകൊണ്ടവൻ പറഞ്ഞു. നിന്റെ ഈ വാടിത്തളർന്ന മുഖം കാണുമ്പോൾ എൻ്റെ നെഞ്ച് നീറുവാണ്. നീ ഒരുപാട് ക്ഷീണിച്ചു. ശ്രീ,
നമ്മുടെ കുഞ്ഞിനെ പോലും നീ മറന്നു കളഞ്ഞില്ലേ? ആ ശയന പ്രദക്ഷിണം ഒഴിവാക്കായിരുന്നു. എനിക്ക് ഇയാളോളം വലുതല്ല മറ്റൊന്നും. അങ്ങനെ പറയല്ലേ, നമ്മുടെ വാവയല്ലേ, നമ്മുടെ വാവയ്ക്ക് നോവില്ലേ? ഇയാളുടെ കുഞ്ഞ് എൻ്റെ വയറ്റിലാണ് ഉള്ളത്, അതുകൊണ്ട് ഇയാൾ പേടിക്കണ്ട, സേഫാണ്. 2 ദിവസം പട്ടിണി കിടന്നിട്ടാണ് ഈ പറയുന്നത് എന്നും പറഞ്ഞ് അഗ്നി അവളുടെ മൂക്കിൽ പിടിച്ച് വലിച്ചപ്പോൾ അവൾ അവനെ ആദ്യമായി കാണും പോലെ നോക്കി. ഇരുവരുടെയും മിഴികൾ പ്രണയാർദ്രമായിരുന്നു. പ്രണയം പെയ്തിറങ്ങുന്ന ആ നോട്ടത്തിൽ ഇരുവരും ആഴ്ന്നിറങ്ങി. വൈകാതെ അവൻ്റെ നോട്ടം അവളുടെ അതരങ്ങളിൽ എത്തി നിന്നു. റോസാ ഇതളുകൾ പോലെയിരുന്ന അവളുടെ ആ ചുണ്ടുകൾ വരണ്ടിരിക്കുന്നത് കണ്ടതും അഗ്നിയുടെ കണ്ണിൽ നോവ് പടർന്നു. അഗ്നി അവളുടെ കീഴ്ചുണ്ടിൽ പതിയെ തൻ്റെ നാവ് കൊണ്ട് തഴുകിയുണർത്തി. കീഴ്ചുണ്ട് വളരെ മൃദുവായി നുണഞ്ഞുകൊണ്ട് അവളുടെ ചുണ്ട് നനയിപ്പിച്ചു കൊടുത്തുകൊണ്ടേയിരുന്നു. കീഴ്ചുണ്ടിലേക്ക് മെല്ലെ പല്ലുകൾ ആഴ്ത്തിയതും അവളിൽ നിന്നും ശീൽക്കാരങ്ങൾ ഉയർന്നു വന്നു. അതവൻ്റെ ആവേശം ഇരട്ടിച്ചു. പിന്നീട് അവൻ അവളുടെ മേൽചുണ്ടിലേക്ക് ചേക്കേറി. പിന്നീട് അല്പം വന്യമായി കീഴ്ചുണ്ടും മേൽചുണ്ടും മാറി മാറി നുണഞ്ഞും നാവുകൾ തമ്മിൽ കെട്ടിപ്പിണഞ്ഞും ഇരുവരും ചുംബനം ഒരുപോലെ ആസ്വദിച്ചു. ഇരുവരുടെയും നിശ്വാസവും ഉമിനീരും തമ്മിൽ കൂടിക്കലർന്നു. പെട്ടെന്നാണ് ഡോറും തള്ളി തുറന്നു വരുന്ന അമലിനെയും അജിത്തിനെയും കാവ്യയും ഇരുവരും കാണുന്നത്. അവരെ കണ്ടതും ഇരുവരും ചമ്മലോടെ അകന്നു മാറി. ബെസ്റ്റ്, ഇത് നിങ്ങളുടെ ബെഡ്റൂമല്ല, ഹോസ്പിറ്റലാണ്. ഭാര്യയും ഭർത്താവും കൂടി 2 കട്ടിൽ അടുപ്പിച്ച് വെച്ച് റൊമാൻസും കളിച്ച് ഇവിടെ തന്നെ അങ്ങ് കൂടാനാണ് ഉദ്ദേശം. അത് കേട്ടതും സാക്ഷിക്ക് അവരുടെ മുഖത്ത് നോക്കാൻ മടി തോന്നി. അവൾ മുഖം താഴ്ത്തി നിന്നു. ഡോർ നോക്ക് ചെയ്യാതെ വന്നു നിന്ന് കഥാപ്രസംഗം നടത്തുന്നോടാ തെണ്ടി. നിന്നെ ഇപ്പോൾ ആരെങ്കിലും ഇങ്ങോട്ട് വിളിച്ചോ? അഗ്നി ഇത്തിരി ദേഷ്യത്തിൽ പറഞ്ഞു. അതിന് ഞാനറിഞ്ഞോ ഇവിടെ ഫ്രഞ്ച് വിപ്ലവവും ഉപ്പു സത്യാഗ്രഹമൊക്കെ നടക്കുകയാണെന്ന്? ആ വെന്റിലേറ്ററിൽ കിടക്കാൻ നേരം ഇതുപോലൊരെണ്ണം കൊടുത്താൽ പോരായിരുന്നോ? അവൻ അന്നേരം കണ്ണു തുറന്നേനെ. ചുമ്മാ കയ്യും കാലും പൊള്ളിച്ചു വന്നത് മിച്ചം. ഇതൊക്കെ കേട്ട് അമലും കാവ്യയും ചിരി അടക്കി പിടിച്ച് നിൽപ്പാണ്. അതൊക്കെ പോട്ടെ, ഇന്നത്തെ പുതിയ ന്യൂസ് വല്ലതും നിങ്ങൾ അറിഞ്ഞോ? ഇല്ല, എന്താ പ്രത്യേകിച്ച്? മിനിസ്റ്റർ ചന്ദ്രശേഖർ മന്ത്രി കസേര ഒഴിഞ്ഞു കൊടുത്തു. എന്തിന്? കേട്ടത് വിശ്വസിക്കാനാവാതെ അഗ്നി ചോദിച്ചു. എന്തിനാന്നോ? മരുമകന് നേരെ നടത്തിയ വധശ്രമത്തിന്. പിന്നല്ലാതെ എന്തിനാ? നിന്നെ ആക്രമിച്ചത് അങ്ങേരാണെന്നാണ് അന്വേഷണത്തിൽ തെളിഞ്ഞത്. തെളിവുകളൊക്കെയും അയാൾക്കെതിരാണ്. അതിന് എന്നെ കുത്തിയത് അങ്ങേരാണെന്ന് ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞോ? അജിത് പറഞ്ഞത് കേട്ടതും അഗ്നി ചോദിച്ചു. അതിലിനി പറയാൻ എന്തിരിക്കുന്നു? തെളിവുകൾ വിരൽ ചൂണ്ടുന്നത് അയാൾക്ക് നേരെയാണ്. അജിത് എല്ലാ കാര്യവും അഗ്നിയോട് പറഞ്ഞപ്പോൾ അഗ്നിക്ക് അതൊക്കെ വിശ്വസിക്കാനായില്ല. എന്നെ കുത്തിയതേ CMO അയാളുടെ ആളുകളോ അല്ല. ഞാൻ അവന്മാരുടെ മുഖം ശരിക്കും കണ്ടതാ. പിന്നെ CM എന്തിനു നിന്നെ അന്ന് രാത്രി കാണാൻ വന്നു? ശരിയാണ്, CM അന്ന് രാത്രി എന്നെ കാണാൻ വന്നിരുന്നു. അത് നിങ്ങൾ കരുതും പോലെ എന്നെ ഭീഷണിപ്പെടുത്താനോ മകളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോവണം എന്ന് പറയാനോ ആയിരുന്നില്ല. പിന്നെ എന്തിനാ വന്നത്? ഇത്തവണ അത് ചോദിച്ചത് സാക്ഷിയായിരുന്നു. അഗ്നിയുടെ ഓർമ്മകൾ അന്നേ ദിവസത്തിലേക്ക് പോയി. സാർ എന്തിനാണ് എന്നെ കാണണമെന്ന് പറഞ്ഞത്? മകൾക്ക് വീണ്ടും വിലയിടാനാണോ? ഞാനായിട്ട് നിങ്ങളുടെ മകളെ കൊണ്ടുപോയതല്ല. അവൾ സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങി വന്നതാണ്. അത് സാറ് കണ്ടതുമാണ്. നിങ്ങളുടെ മകൾ എൻ്റെ കൂടെ ഉള്ളപ്പോൾ സേഫായിരിക്കും, അക്കാര്യത്തിലാണ് സാറിന് പേടിയെങ്കിൽ അത് വേണ്ട. എന്നെ കൊന്നിട്ടേ അവളെ ആരെങ്കിലും തൊടുള്ളൂ. പിന്നെ മന്ത്രിമന്ദിരത്തിൻ്റെ അത്ര വലിപ്പമില്ലെങ്കിലും അത്യാവശ്യം വലിയ വീട്ടിൽ തന്നെയാണ് ഞങ്ങളുടെ താമസം. അവളുടെ ആഗ്രഹങ്ങളൊക്കെയും സാധിച്ചു കൊടുക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ഇനിയിപ്പോൾ സാറിന് അവളെ കൊണ്ടുപോയേ പറ്റുമെന്നാണെങ്കിൽ, അവൾ വരുവാണെങ്കിൽ സാറിന് അവളെ കൊണ്ടുപോവാം. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. കുറച്ച് മാസങ്ങൾ കൂടി കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇടയിലേക്ക് ഒരു കുഞ്ഞതിഥി കൂടി എത്തും. ആ കുഞ്ഞിന് അച്ഛനും അമ്മയും 2 പേരും വേണം എന്നതാണ് എൻ്റെ ആഗ്രഹം. അത് കേട്ടതും ചന്ദ്രശേഖറിൻ്റെ മുഖം വിടരുന്നത് അഗ്നി ശ്രദ്ധിച്ചു. എടോ, താനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒരു 2 ദിവസം മുൻപ് കേട്ടിരുന്നേ എൻ്റെ മനസ്സിൽ പ്രത്യേകിച്ച് ഒന്നും തോന്നില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരച്ഛനെന്ന നിലയിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. എൻ്റെ മകൾക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ഭർത്താവാണ് താൻ. എൻ്റെ മകൾക്ക് ഒരു കാര്യത്തിലും തെറ്റുപറ്റില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. അവൾ എൻ്റെ മകളാണ്. വാശിയുടെ കാര്യത്തിൽ ഞാൻ അവളുടെ പിന്നിൽ നിൽക്കേണ്ടി വരും. സാർ എന്താ എന്നെ കളിയാക്കുകയാണോ? അഗ്നിക്ക് അങ്ങനെ തോന്നിയത് തെറ്റ് പറയാനില്ല. കാരണം ഇത്രയും നാൾ എൻ്റെ ഭാഗത്ത് നിന്നുള്ള പ്രവൃത്തി അതുപോലെ ആയിരുന്നല്ലോ. പക്ഷേ ഇത് സത്യമാണ് അഗ്നി. പലരെയും മനസ്സിലാക്കാൻ വൈകിപ്പോയി. ഇതിപ്പോൾ വന്ന് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഒരു പക്ഷേ ഞാൻ നാളേക്ക് ജീവിച്ചിരിപ്പില്ലെങ്കിലോ എന്ന് തോന്നി. സാർ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സത്യാടോ, ഞാൻ ഏത് നിമിഷവും കൊല്ലപ്പെടാം. ഒരു പക്ഷേ
പലരും അതിൽ നിന്നെ കുറ്റക്കാരനാക്കിയേക്കാം. എൻ്റെ മകൾ അവൾ ഒറ്റക്കായി പോവരുത്. നീ സൂക്ഷിക്കണം. സർ ഒന്ന് തെളിച്ച് പറയുന്നുണ്ടോ? അഗ്നിക്ക് അയാൾ പറഞ്ഞതൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം പാർട്ടി സെക്രട്ടറി ദിവാകരൻ്റെ വീട്ടിൽ ഒരു രഹസ്യ സംഭാഷണം നടന്നിരുന്നു. അതിൽ പങ്കെടുത്തതോ വെറും 3 പേർ മാത്രമാണ്. ദിവാകരനും മകൻ കാർത്തിക്കും പിന്നെ എൻ്റെ അളിയൻ രവിയും. ചർച്ചയിലെ മുഖ്യ വിഷയം എന്നെ ഇല്ലാതാക്കുക എന്നതാണ്. ഞാൻ ഇല്ലാതായ അത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്ന 3 പേരാണ് അവർ. എന്നെ ഇല്ലാതാക്കി എനിക്ക് പകരം മുഖ്യമന്ത്രി ആവുക എന്നതാണ് ദിവാകരൻ്റെ ഉദ്ദേശം. പാർട്ടിയിൽ ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. പാർട്ടി പറയുന്നത് പോലെ ഭരിക്കാൻ എന്നെ കിട്ടില്ല എന്നറിഞ്ഞ അവർ എനിക്ക് നേരെ തിരിഞ്ഞു. എനിക്ക് വലുത് എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനങ്ങളാണ്. അവരെ വഞ്ചിക്കാൻ എനിക്ക് പറ്റില്ലായിരുന്നു. അച്ഛനും മകനും രവിയെ പലതും പറഞ്ഞ് മോഹിപ്പിച്ചു. എന്നെ കൊല്ലാൻ കൂട്ടുനിന്ന ഇത്തവണത്തെ ഇലക്ഷനിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ മത്സരിക്കാൻ അവസരം കൊടുക്കാമെന്നും പറഞ്ഞു. ജയിച്ചാൽ ഏതെങ്കിലും വകുപ്പ് നൽകി മന്ത്രിയാക്കാമെന്നും. ഇത് കേട്ട രവി ബന്ധങ്ങൾ മറന്നു. അധികാരം അത് മോഹിക്കാത്തവർ ചുരുക്കാടോ. അധികാരത്തിന് വല്ലാത്തൊരു ലഹരിയാണ്. ആ ലഹരി തലക്ക് പിടിച്ചാൽ പിന്നെ ഒന്നും കാണില്ല, ഒന്നും. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, പെണ്ണിന് പോലും അത്രയും ലഹരി ഇല്ലെന്ന്. കാർത്തിക്, അവന് വേണ്ടതേ എൻ്റെ മകൾ സാക്ഷിയാണ്. അതിന് തടസ്സം നീയാണ്. അതുകൊണ്ട് എനിക്ക് ശേഷം നിന്നെ ഇല്ലാതാക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. നമ്മൾ ഇല്ലാതായാൽ അവളെ സ്വന്തമാക്കുക എളുപ്പമാണല്ലോ. അതാണ് അവരുടെ ലക്ഷ്യം. എൻ്റെ മകളോട് അവന് യഥാർത്ഥ പ്രണയമൊന്നുമല്ല. അവൻ്റെ ഉദ്ദേശം മറ്റേതാണ്. ആ പന്നയ്ക്ക് ആഗ്രഹം തീരും വരെ എൻ്റെ മോളെ വേണമെന്ന്. അത് പറയുമ്പോൾ അയാളുടെ മുഖം വലിഞ്ഞു മുറുകിയിരുന്നു. ഇതൊക്കെയും ഞാനറിഞ്ഞത് എൻ്റെ ഡ്രൈവർ വഴിയാണ്. രവിയുടെ കൂടെ അന്ന് അവൻ പോയിരുന്നു. അവനെല്ലാം വ്യക്തമായി കേട്ടതാണ്. പിന്നീട് ഞാൻ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞതൊക്കെയും സത്യമായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. കൂടെ നിന്ന് ചതിക്കുകയായിരുന്നു പലരും. പലതും തിരിച്ചറിയാൻ വൈകിപ്പോയി. അപ്പോഴേക്കും പലതും നഷ്ടമായി. ഞാൻ ആകെ തകർന്നു പോയടോ. രവി അവനത് ചെയ്യാൻ എങ്ങനെ തോന്നി? സ്വന്തം അനിയനെ പോലെയാ ഞാൻ അവനെ കണ്ടത്. അതും പറഞ്ഞ് അയാളൊന്ന് നിർത്തി. ശേഷം ആഞ്ഞൊരു ശ്വാസം വലിച്ചു. അവർ ഏത് നിമിഷവും എന്തും ചെയ്യാം. എൻ്റെ മകൾ, അവളെ എനിക്ക് സംരക്ഷിച്ചേ പറ്റൂ. അതിനു വേണ്ടിയാണ് ഞാൻ നിന്നോട് ഇതൊക്കെയും പറഞ്ഞത്. എനിക്ക് തന്നോട് ദേഷ്യം ഉണ്ടായിരുന്നു എന്നത് സത്യമാണ്. എന്ന് കരുതി എൻ്റെ മകളുടെ ഭർത്താവിനെ ഇല്ലാതാക്കാൻ ഞാൻ ഒരിക്കലും കൂട്ടുനിൽക്കില്ല. മക്കളെ സ്നേഹിക്കുന്ന ഒരച്ഛനും മകൾ വിധവയായി കാണാൻ ആഗ്രഹിക്കില്ല. രവി, അവൻ നിന്നെക്കുറിച്ച് പലതും പറഞ്ഞ് എന്നെ തെറ്റിദ്ധരിപ്പിച്ചു. അതാണ് എനിക്ക് നിന്നോട് ദേഷ്യം തോന്നിയത്. നിന്റെ ഉദ്ദേശം പണമാണോ എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ അന്ന് നിനക്ക് പണം തരാൻ ഒരുങ്ങിയത്. പക്ഷേ എനിക്ക് തെറ്റിപ്പോയി. നീ എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. എൻ്റെ മകളായിരുന്നു ശരി. സർ, എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. വിശ്വസിച്ചേ പറ്റൂ. എനിക്ക് എന്ത് പറ്റിയാലും കുഴപ്പമില്ല. പക്ഷെ നീ സൂക്ഷിക്കണം. ആ കാർത്തിക്, അവൻ വിഷമാണ്, കൊടും വിഷം. സാക്ഷി, അവൾ തൽക്കാലം ഇതൊന്നും അറിയണ്ട. എന്നാ ഞാൻ ചെല്ലട്ടെ. പലതവണ തന്നോട് മോശമായി പെരുമാറിയിട്ടുണ്ട്. എല്ലാത്തിനും മാപ്പ്. പോട്ടടോ. അതും പറഞ്ഞ് അയാൾ നടക്കാനൊരുങ്ങി. സർ, നിൽക്കു സർ, ഞാൻ വീട്ടിൽ വിടാം. സർ ഈ സമയത്ത് ഒറ്റയ്ക്ക് പോകുന്നത് അത്ര നല്ലതല്ല. വേണ്ടടോ, ഞാൻ പൊയ്ക്കോളാം. സർ, ഞാൻ പറയുന്നത് കേൾക്ക്. സർ എൻ്റെ വണ്ടിയിൽ കയറിക്കോളൂ. സാറിന് ഒന്നും സംഭവിക്കില്ല. സാറിൻ്റെ മകൾക്കും ഞാൻ വാക്ക് തരുവാണ്. എന്നെ വിശ്വസിക്കാം. അഗ്നി, ഞാൻ ഒന്നും പറയേണ്ട. സർ വണ്ടിയിൽ കയറി എന്നും പറഞ്ഞ് അഗ്നി അയാളെ തൻ്റെ വണ്ടിയിൽ കയറ്റി അയാളുടെ വീട്ടിലേക്ക് വിട്ടു. എന്നാൽ ഇരുവരുടെയും ഈ പ്രവൃത്തികളൊക്കെയും ഒരാൾ പകേറിയുന്ന കണ്ണുകളോടെ നോക്കുന്നത് അവർ കണ്ടില്ലായിരുന്നു. അഗ്നി പറഞ്ഞു നിർത്തിയതും എല്ലാവരും ഇത് കേട്ടു ഒന്നും പറയാനാവാതെ തറഞ്ഞു നിന്ന് പോയി. അപ്പോൾ നിന്നെ ഉപദ്രവിച്ചത് CM അല്ല എന്നാണോ? അജിത് ഞെട്ടലോട് ചോദിച്ചു. പിന്നല്ലാതെ എന്നെ കുത്തിയതേ അവനാണ്, ആ കാർത്തിക്. അഗ്നി മുഷ്ടി ചുരുട്ടി പിടിച്ചുകൊണ്ട് പറഞ്ഞു. സാറിനെ വീട്ടിലാക്കിയ ശേഷം ഞാൻ തിരികെ മടങ്ങി. വീട്ടിലെത്തിയപ്പോഴാണ് അവൻ എന്നെ ആക്രമിച്ചത്. ഇരുട്ടായതിനാൽ എനിക്ക് പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റിയില്ല. കാർത്തികാണ് അഗ്നിയെ കുത്തിയതെന്നറിഞ്ഞ സാക്ഷിക്ക് അവനെ കൊല്ലാനുള്ള ദേഷ്യം തോന്നി. അപ്പോൾ നിങ്ങളന്ന് കണ്ടതും സംസാരിച്ചതും അവന്മാർ അറിഞ്ഞിരുന്നു. അതിനാൽ അവന്മാർ പ്ലാൻ പെട്ടെന്ന് മാറ്റി അഗ്നി സാറിനെ ആക്രമിച്ചു. കുറ്റം CMൻ്റെ മേലെ ചാർത്തി. ആ ഇൻഹേലർ, അതാ രവിയുടെ പണിയാവാം. പാവം CM. എല്ലാവരും കൂടി ആ പാവത്തിൻ്റെ മേലെ കുറ്റം ആരോപിച്ചു. എന്തൊക്കെയാ എല്ലാവരും കൂടി പറഞ്ഞത്? അത് മാത്രമാണോ ഇവൾ എന്തൊക്കെയാ അന്ന് അദ്ദേഹത്തെ പറഞ്ഞത്? ഒരച്ഛനും കേൾക്കാൻ പാടില്ലാത്തതൊക്കെയും ഇവളുടെ നാവിൽ നിന്നും അദ്ദേഹം കേട്ടിരുന്നു. അന്ന് ഹോസ്പിറ്റലിൽ നിന്ന് നേരെ പോയതേ അച്ഛനെ കാണാനായിരുന്നു. എന്നിട്ട് ഇവളെ അദ്ദേഹത്തെ പറയാൻ ഒന്നും ബാക്കിയില്ല.
അമൽ സാക്ഷിയെ ചൂണ്ടി അത് പറഞ്ഞതും സാക്ഷിക്ക് അന്നേരം കുറ്റബോധം തോന്നി. അത് പിന്നെ അന്നത്തെ മാനസികാവസ്ഥയെ ഞാൻ അറിയാതെ എനിക്ക് അച്ഛനെ കാണണം, മാപ്പ് പറയണം, സാക്ഷി കണ്ണു നിറച്ചുകൊണ്ട് പറഞ്ഞു. 3-4 ദിവസം കൊണ്ട് എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത്? സത്യം പറഞ്ഞാൽ ഇവളോടുള്ള അമിത സ്നേഹമാണ് അങ്ങേരെക്കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിച്ചത്. അതൊക്കെ പോട്ടെ, നമുക്കിപ്പോൾ CMൻ്റെ നിരപരാധിത്വം തെളിയിച്ചേ പറ്റൂ. എടാ അജി, എത്രയും പെട്ടെന്ന് മീഡിയാസിനെ വിവരം അറിയിക്കണം. എനിക്ക് ജനങ്ങളോട് ചിലത് പറയാനുണ്ട്. അഗ്നി ചിലത് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെ ആശുപത്രി വെച്ച് തന്നെ അഗ്നി തനിക്ക് നേരെയുണ്ടായ ആക്രമണത്തിന് പിന്നിലെ സത്യാവസ്ഥ മീഡിയാസിന് മുന്നിൽ തുറന്നു പറഞ്ഞു. അതിൽ CMന് ഒരു പങ്കുമില്ലെന്നും വ്യക്തിപരമായി താനും CMുമായി യാതൊരുവിധ പൊരുത്തക്കേടോ പ്രശ്നമോ ഇല്ലെന്നും അഗ്നി വ്യക്തമാക്കി. തന്നെ ആക്രമിച്ചത് ആരാണെന്ന് അഗ്നിയോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അവരുടെ മുഖം വ്യക്തമായില്ല എന്ന് അഗ്നി മനഃപൂർവ്വം അവരോട് മറുപടി പറഞ്ഞു. അഗ്നിയുടെ ഉള്ളിൽ എന്തൊക്കെയോ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. മീഡിയാസുമായുള്ള അഭിമുഖം കഴിഞ്ഞു. അവർ പോയതിനു ശേഷമാണ് അമൽ വന്ന് അഗ്നിയോടും സാക്ഷിയോടും ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്. CMനെ നെഞ്ചുവേദനയെ തുടർന്ന് താഴെ ICUവിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. രാവിലെ ചായയുമായി ചെന്ന വേലക്കാരനാണ് മുറിയിൽ ബോധമില്ലാതെ കിടക്കുന്ന CMനെ കാണുന്നത്. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുകയായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അമൽ പറഞ്ഞത് കേട്ട് സാക്ഷി കരയാൻ തുടങ്ങി. ഡെവിൽ, എൻ്റെ അച്ഛൻ, എനിക്ക് അച്ഛനെ കാണണമെന്ന് പറഞ്ഞ് ഡോറിന് തുറന്ന് സാക്ഷി ഇറങ്ങിയോടി. ശ്രീ, ഓടല്ല, നിൽക്ക്, ഞാൻ പറയട്ടെ. അഗ്നി പിന്നിൽ നിന്ന് വിളിച്ചുവെങ്കിലും അവൾ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ ICUവിന് നേരെ ഓടി. ICUവിന് അരികിലെത്തിയ സാക്ഷി അവളുടെ അമ്മയെയും അനിയത്തിയും അവിടെ കണ്ടതും ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു കരയാൻ തുടങ്ങി. അത് കണ്ട് രവിയുടെ ഉള്ളിൽ ദേഷ്യം നിറഞ്ഞു. ഇത്രയൊക്കെ ദ്രോഹിച്ചത് പോരെ, എന്നിട്ട് വന്നിരിക്കുന്നു. നീ കാരണമാണ് അളിയന് ഈ ഗതി വന്നത്. ഹൃദയം തകർന്നാണ് അളിയൻ അകത്ത് കിടക്കുന്നത്. എന്നിട്ട് വന്നിരിക്കുന്നു പൂങ്കണ്ണുനീരും കൊണ്ട്. ഇവളെ പിടിച്ച് പുറത്താക്ക് പെങ്ങളെ. രവി സാക്ഷിയെ നോക്കി അത് പറഞ്ഞതും സാക്ഷി അയാളെ തറപ്പിച്ചു നോക്കി. എന്താണ് നോക്കി പേടിപ്പിക്കുന്നത്? ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? നീ കാരണമാണ് നിന്റെ അച്ഛന് എല്ലാം നഷ്ടപ്പെട്ടത്. രവി നിർത്താൻ തയ്യാറല്ലായിരുന്നു. ഒന്ന് നിർത്തുന്നുണ്ടോ രവി? ഇപ്പം അതൊന്നും പറയാനുള്ള സമയമല്ല. സാക്ഷിയുടെ അമ്മ രവിയെ ശകാരിച്ചു. പെങ്ങൾക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. പെങ്ങളും അളിയനെ ഇട്ടേച്ച് പോയതാണല്ലോ. എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തിയപ്പോൾ ചങ്ക് തകർന്നാണ് ആ മനുഷ്യനെ ഈ ഗതി വന്നത്. രവി സാക്ഷിയുടെ അമ്മയ്ക്ക് മുന്നിൽ തകർത്താടി. അങ്കിള് നന്നായി അഭിനയിക്കുന്നുണ്ടല്ലോ. എൻ്റെ അച്ഛൻ ഒന്ന് കണ്ണ് തുറന്നോട്ടെ. എല്ലാവരുടെയും മുഖംമൂടിയെ ഞാൻ വലിച്ചു കീറുന്നുണ്ട്. അതുവരെ ഞാൻ ഇവിടെ തന്നെ കാണും. എന്നോട് പോവാൻ പറയാൻ ഇത് നിങ്ങളുടെ കുടുംബ സ്വത്തൊന്നുമല്ലല്ലോ. സാക്ഷി രവിയോട് കടുത്ത സ്വരത്തിൽ പറഞ്ഞു. അത് കേട്ട അയാൾ ചെറുതായി പതറി. അപ്പോഴേക്കും അമലിൻ്റെ കൂടെ വീൽ ചെയറിൽ അഗ്നി അങ്ങോട്ടെത്തി. രവിക്ക് നേരെ കത്തുന്ന നോട്ടം സമ്മാനിച്ചു. അഗ്നി സാക്ഷിയെ സമാധാനിപ്പിച്ചു അവിടെ എത്തി. മണിക്കൂറുകൾ പോയിക്കൊണ്ടിരുന്നു. ICUവിന് വെളിയിൽ ചന്ദ്രശേഖറിന് വേണ്ടി വൻ സുരക്ഷാ വലയം ഒരുക്കിയിട്ടും രാത്രി 1 മണി നേരത്ത് ICUവിൽ കയറി ആരോ അയാളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണ്. CMന് നൽകിയ ഓക്സിജൻ മാസ്ക് ഊരി മാറ്റിയും അയാളുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി അയാളുടെ ശരീരത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന വയറുകളൊക്കെയും പ്രവർത്തനരഹിതമാക്കുകയും ചെയ്തപ്പോൾ ചന്ദ്രശേഖർ ജീവന് വേണ്ടി പിടയുന്നത് അയാൾ വിജയീ ഭാവത്തോടെ നോക്കി നിന്നു. ശേഷം മാസ്ക് ധരിച്ചു അയാൾ പുറത്തിറങ്ങാൻ നേരാണ് അവിടെ മറഞ്ഞിരിക്കുന്ന അജിത്തും സംഘവും അയാളെ പിടികൂടുന്നത്. അക്രമി മറ്റാരും ആയിരുന്നില്ല, രവി ആയിരുന്നു. മുൻ മന്ത്രിയെ കൊല്ലാൻ ശ്രമിച്ചതിന് അഗ്നിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അയാളെ അറസ്റ്റ് ചെയ്തു. പിന്നീടുള്ള വിശദമായ ചോദ്യം ചെയ്യലിലാണ് ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങൾ ഓരോന്നും പുറത്തു വരുന്നത്. ചന്ദ്രശേഖറിൻ്റെ ഭാര്യ സഹോദരൻ രവികുമാർ എത്രയോ നാളുകളായി ആഗ്രഹിക്കുന്ന കാര്യമായിരുന്നു CMൻ്റെയും കുടുംബത്തിൻ്റെയും മരണം. അതിനയാൾ ഒരുപാട് തവണ ശ്രമിച്ചിട്ടുണ്ട്. മന്ത്രിക്കും കുടുംബത്തിന് നേരെ ഉണ്ടായ അന്നത്തെ ആക്രമണം തൻ്റെ പ്ലാനിൻ്റെ ഭാഗമായിരുന്നുവെന്നും കഴിഞ്ഞ ദിവസവും താൻ തന്നെയാണ് ചന്ദ്രശേഖരനെ കൊല്ലാൻ നോക്കിയതെന്നും അതൊരു ഹാർട്ട് അറ്റാക്ക് ആയിരുന്നില്ല എന്നും കൊല്ലാൻ ചെന്ന നേരം തൻ്റെ മുഖം ചന്ദ്രശേഖർ വ്യക്തമായി കണ്ടതാണെന്നും അയാൾ മരിച്ചെന്ന് കരുതിയാണ് താൻ ഇന്നലെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് എന്നും ഇനി അയാൾ കണ്ണു തുറന്ന സത്യങ്ങൾ പുറത്തു വരും, അത് ഭയന്നാണ് ഇന്ന് ഈ സാഹസത്തിന് മുതിർന്നത് എന്നും ഇതിനു പിന്നിലെ ലക്ഷ്യം ചന്ദ്രശേഖറിൻ്റെ കോടികൾ വിലമതിക്കുന്ന സ്വത്തുക്കളാണെന്നും രവി പോലീസിന് മുന്നിൽ മൊഴി നൽകി. CMും കുടുംബവും ഇല്ലാതായാൽ സ്വത്തുക്കൾ ഭാര്യ സഹോദരനായ തൻ്റെ കൈകളിൽ വന്നു ചേരുമെന്ന് രവി കരുതി. ഇത്രയും നാളും CMൻ്റെ നിഴല് പോലെ നിന്ന തന്നെ ഇതുവരെ ആരും സംശയിച്ചിട്ടില്ല എന്നും അതിന് താനും അവസരം ഉണ്ടാക്കിയിട്ടില്ല എന്നതുമാണ് താൻ ഇതുവരെ പിടിക്കപ്പെടാതിരിക്കാൻ കാരണമെന്ന് രവി വെളിപ്പെടുത്തി. പോലീസിൻ്റെ കൈക്കരുത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്നപ്പോഴാണ് രവി എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞത്. വിശദമായ ചോദ്യം ചെയ്യലിനായി പോലീസ് കുറച്ച് ദിവസത്തേക്ക് അയാളെ റിമാൻഡ് ചെയ്തു. 2 ദിവസത്തിന് ശേഷം ചന്ദ്രശേഖർ കണ്ണു തുറന്നു.
തൻ്റെ ഭാര്യയും മക്കളും അയാളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞപ്പോൾ അയാളുടെ കണ്ണും അറിയാതെ നിറഞ്ഞൊഴുകി. അച്ഛനോട് പറഞ്ഞതിനും ചെയ്തു പോയതിനും സാക്ഷി അയാളോട് മാപ്പ് ചോദിച്ചപ്പോൾ അയാൾ മകളെ ഇറുകെ പുണർന്നുകൊണ്ട് പറഞ്ഞു, നീയായിരുന്നു മോളെ ശരി. നിന്നോടാണ് ഞാൻ മാപ്പ് ചോദിക്കേണ്ടത്. അഗ്നിയുടെ മനസ്സ് ഞാൻ കാണാതെ പോയി. ഇതുപോലൊരു മരുമകനെ അല്ല മകനെ എനിക്ക് തന്നത് ഞാൻ എൻ്റെ മകളോട് നന്ദി പറയുന്നു എന്ന് പറഞ്ഞ് അയാൾ മകളെ ഒന്നുകൂടി ചേർത്ത് നിർത്തി. അഗ്നിയെ തൻ്റെ അരികിലേക്ക് വിളിപ്പിച്ച ചന്ദ്രശേഖർ അഗ്നിക്ക് മുന്നിൽ നന്ദിയോടെ കൈകൾ കൂപ്പിയപ്പോൾ അഗ്നി അരുതെന്ന പോലെ ആ കൈകൾ കൂട്ടിപ്പിടിച്ചു. ഇതിൻ്റെ കടമയാണ്, ഒരു മകൻ്റെ കടമ. മന്ത്രി കസേര അടുത്ത ഇലക്ഷനിൽ നമുക്ക് തിരിച്ചു പിടിക്കാം സർ. ചന്ദ്രശേഖർ എന്ന ജനനായകനെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ നാട്ടിന് ചന്ദ്രശേഖർ എന്ന നേതാവിന് ഇനിയും ആവശ്യമുണ്ട്. വേണ്ടടോ, ഇനിയൊന്നും എനിക്ക് വേണ്ട. എനിക്കെൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും കൊച്ചുമക്കൾക്കൊപ്പം ശിഷ്ടകാലം സമാധാനത്തോടെ ജീവിക്കണം. അധികാരം അത് നമ്മളെ അന്ധനാക്കും. വേണ്ട, ഇനിയത് വേണ്ട. സ്വന്തം മകളോടുള്ള അമിത സ്നേഹം കൊണ്ട് സാറിന് ചെറിയ അന്ധത പറ്റിയെന്നത് സത്യ. പക്ഷേ ഒരു മുഖ്യമന്ത്രി എന്ന നിലയിലും ജനങ്ങളെ സേവിക്കുന്നതിലും നിങ്ങൾ 100% വിജയിച്ചിട്ടുണ്ട് സർ. അത് ഞാൻ എവിടെയും പറയും. ജനങ്ങളുടെ താല്പര്യങ്ങൾ കണക്കിലെടുത്ത് സ്വന്തം നിലപാടിൽ ഉറച്ചു നിന്ന് ആരുടെയും സ്വാർത്ഥ താല്പര്യങ്ങളിൽ വഴങ്ങാതെ നല്ല രീതിയിൽ ഭരണം നടത്തിയ നിങ്ങൾ ഇനിയും ജനനായകനാവണമെന്നാണ് എൻ്റെ ആഗ്രഹം, ഈ ജനങ്ങളുടെ ആഗ്രഹം. അതിന് നിങ്ങൾക്ക് പറ്റും സർ. സർ ഭരണത്തിൽ മായം ചേർക്കാത്തതാണ് സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും നിങ്ങൾക്ക് ശത്രുക്കളുണ്ടായത്. ഒരിക്കലും തളരരുത് സർ. കൂടെ എന്തിനും ഞാനും ഉണ്ടാവും. അഗ്നിയുടെ വാക്കുകൾ അയാളിൽ ആത്മവിശ്വാസം നിറച്ചു. അഗ്നിക്ക് നല്ല റെസ്റ്റ് വേണം എന്നുള്ളതുകൊണ്ട് ചന്ദ്രശേഖരൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഡിസ്ചാർജ് ആയ അഗ്നി സാക്ഷിയുടെ വീട്ടിലേക്ക് പോകുന്നത്. സാക്ഷിക്കും അമ്മയ്ക്കും അത് ഭയങ്കര സന്തോഷം നൽകി. നാളുകൾക്ക് ശേഷം ആ വീട്ടിൽ സന്തോഷം അലതല്ലി. വയ്യാഞ്ഞിട്ട് പോലും സാക്ഷി തന്നെയാണ് അഗ്നിയുടെ കാര്യങ്ങളൊക്കെയും ചെയ്തു കൊടുത്തത്. അജിത്തും അമലും കാവ്യയും അവിടുത്തെ നിത്യ സന്ദർശകരായി. 2 മാസത്തെ പൂർണ്ണ വിശ്രമത്തിന് ശേഷം അഗ്നി ജോലിയിൽ തിരിച്ചു കയറി. അതിനുശേഷവും സാക്ഷിയുടെ വീട്ടിൽ നിൽക്കാൻ അവന് ചെറിയ മടി തോന്നി. അതിനാൽ അഗ്നി സാക്ഷിയും കൂട്ടി തങ്ങളുടെ വീട്ടിലേക്ക് മാറി. സാക്ഷിയും അമലും കാവ്യയും തമ്മിലുള്ള സൗഹൃദം ഒന്നുകൂടെ ശക്തമായി. സാക്ഷിയുടെ കൂട്ടുകാരായ നന്ദുവും റോസും സാക്ഷിയുടെ അനിയത്തി സോനയും കൂടി ഇവരുടെ കൂടെ ചേർന്നതോടെ ഗ്യാങ് ഒന്നുകൂടി ഉഷാറായി. അതോടെ അമലിന് ഹിറ്റ്ലർ മാധവൻ കുട്ടി എന്ന ഇരട്ടപ്പേര് കൂടി വീണു. പേരിട്ടത് മറ്റാരും ആയിരുന്നില്ല, അജിത്തായിരുന്നു. ഒരു ദിവസം റോസിൻ്റെ വീട്ടിൽ ഡിന്നർ കഴിക്കാൻ പോയതായിരുന്നു സാക്ഷിയും കാവ്യയും അമലും നന്ദുവും. തിരികെ മടങ്ങുമ്പോൾ കുറച്ച് വൈകിയിരുന്നു. അമലിൻ്റെ വണ്ടിയിലായിരുന്നു യാത്ര. നന്ദുവിനെ വീട്ടിലിറക്കിയ ശേഷം സാക്ഷിയെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തു. അഗ്നി വീട്ടിലില്ല എന്നറിഞ്ഞതും അമലും കാവ്യയും സാക്ഷിയുടെ കൂടെ അകത്ത് കയറി ലൈറ്റൊക്കെ ഇട്ട ശേഷമാണ് തിരികെ മടങ്ങിയത്. അമലും കാവ്യയും പോയപ്പോഴാണ് അമൽ അവൻ്റെ ഫോൺ അവിടെ മറന്നു വെച്ചത് സാക്ഷി ശ്രദ്ധിക്കുന്നത്. പെട്ടെന്നൊരു കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ടതും അമൽ ഫോൺ എടുക്കാൻ തിരികെ വന്നതായിരിക്കാം എന്ന് കരുതിയ സാക്ഷി പെട്ടെന്ന് ഡോർ തുറന്നതും മുന്നിൽ വന്യമായ ചിരിയോടെ നിൽക്കുന്ന കാർത്തിക്കിനെയാണ് സാക്ഷി കാണുന്നത്. അവനെ കണ്ടതും സാക്ഷിയുടെ മുഖത്ത് ഭയം നിഴലിച്ചു.